ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പരംസുന്ദരി മൂവി കാണാൻ വേണ്ടി പോവുകയാണ്. കാണുന്നതിന് മുമ്പേ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതല്ലേ, അപ്പൊ നമുക്ക് ആദ്യം ഒരു ക്ലിപ്പ് കണ്ടിട്ട് വരാം. സുന്ദരി ദാമോദരം പിള്ള ആക്ച്വലി ഇതിൽ നമ്മുടെ ജാൻവി കപൂർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കേപ്പാട്ട് സുന്ദരി ദാമോദരൻ പിള്ള എന്നാണ്. ആക്ച്വലി എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്റെ ഫോൺ മിസ്സായതിന്റെ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞൊരു ഷോർട്ട് ഉണ്ടായിരുന്നു. അതിലെനിക്ക് കമന്റ് വന്നാണ്. ഞാൻ എന്താ വെച്ചാൽ ഗൂഗിളിൽ പോകുമ്പോൾ കാണിക്കുന്നുണ്ട്, കാരണം ജാൻവി കപൂറിന്റെ ഫോട്ടോ പരമസുന്ദരിന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് നമ്മുടെ തെക്കേപ്പാട്ട് സുന്ദരി ദാമോദരൻ പിള്ള അല്ലേ എന്ന് പറഞ്ഞിട്ട്. സോ അപ്പോഴാണ് എനിക്ക് കത്തിയത്. ആക്ച്വലി അതുവരെ എനിക്ക് ആ ഒരു മൊമെന്റ് വരെ ഞാൻ തേക്കപ്പെട്ട സുന്ദരി അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വേറൊരു ക്ലിപ്പും കൂടെ കണ്ടിട്ട് വരെ. इंडिया, केरला मलयालम मोहनलाल, तमिलनाडु तमिल रजनीकांत, आंध्रा तेलुगु अल्लू अर्जुन, कर्नाटका कन्नड़ा यश. तुम्हारे लिए हर साउथ इंडियन मद्रास, नॉर्थ इंडियंस ignorant, illiterate, arrogant title. നമ്മുടെ മോഹൻലാലിനെ പോർട്രേറ്റ് ചെയ്ത് നമ്മൾ മലയാളികളായിട്ടുള്ള കാഴ്ചക്കാർ ശ്രദ്ധിച്ച് കാണും. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ ജസ്റ്റേഴ്സും കാണിക്കും. പക്ഷെ നമ്മൾ ഇത്രയും സീനിയർ ആക്ടർ ആകുമ്പോൾ നമ്മൾ മോഹൻലാലിനെ അറിയാവുന്ന ആൾക്കാർ ഒരിക്കലും മോഹൻലാലിന്റെ ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് അല്ലെങ്കിൽ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ജസ്റ്റർ കണ്ട് ഒരിക്കലും ഈ ഒരു ജസ്റ്റർ കാണിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. സോ നമുക്ക് ഇത്രയും സീനിയർ ആക്ടർ ആകുമ്പോൾ കുറച്ച് മൂവി മേക്ക് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പല്ലു അർജുൻ്റെ ഒക്കെ ആണെങ്കിൽ പുഷ്പത്തെ അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡെഡിക്കേഷൻ എന്തുകൊണ്ട് മോഹൻലാലിന് കൊടുത്തില്ല എന്ന് എനിക്കൊരു തോന്നി. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഓക്കെ, എല്ലാവർക്കും ആ ഒരു അഭിപ്രായം ഉണ്ടാവണമെന്നില്ല. സോ എനിക്ക് അത് മാത്രം കുറച്ച് എനിക്കൊരു ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നി. അടുത്ത പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജയം രവിയുടെ മൂവികളൊക്കെ കുറെ മൂവികളൊക്കെ ഇഷ്ടമാണ്. അതിലൊന്നാണ് നമ്മുടെ എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി പറഞ്ഞിട്ടുള്ള മൂവി. ആ മൂവിയിൽ നമ്മുടെ അസിനാണ് ആക്ട് ചെയ്തിരിക്കുന്നത് ജയം രവിയുടെ കൂടെ. ഷീസ് എ മലയാളി ആൻഡ് മലയാളി ആയിട്ട് തന്നെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ആ ഒരു മൂവിയിൽ അസിൻ പറയുന്ന ഒരു മലയാളം സീൻ ഞാൻ ഇതിൽ കാണിക്കാം, നിങ്ങളൊന്നും കൂടെ വാച്ച് ചെയ്ത് നോക്കൂ. ஒன்னும் தெரியாத பாப்பா மாதிரி கேரளால இருந்து வந்துட்டு எங்க தமிழ் பொண்ணுங்க எல்லாம் கெடுக்குறியா? ஐயோ அது இல்ல சார், சும்மா விளையாட்டுக்கு பண்ணி பார்த்ததா. காலை பிடிச்சு மாப்பு வரேன். உங்க கேரளால தப்பு பண்ணா காலை பிடிப்பாங்க, எங்க தமிழ்நாட்டுல தப்பு பண்ணா கட்டி பிடிப்பாங்க. ஐயடா കളിയാക്ക? കളിയും ഇല്ല ക്യാപ്പയും ഇല്ല. ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, മൂവീസും കാണാത്തവരായിട്ട് അതിനുണ്ടാവില്ല. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ അസിൻ എന്താ വെച്ചാൽ മലയാളവും തമിഴും ഒരേപോലെ ഫ്ലെക്സിബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്തോളൂ, നോ ഇഷ്യൂ. പക്ഷെ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനാണല്ലോ നമുക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എല്ലാവരും. സോ അതിന് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യേ അല്ലെങ്കിൽ ഓക്കെ ജാൻവി കപൂറിനെ മാറ്റിയിട്ട് ഒരു മലയാളി ആക്ടർ വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ആക്ട്രസിനെ വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ജാൻവി കപൂറിന് ചെയ്യാൻ പറ്റുന്ന റോൾസ് അല്ലെങ്കിൽ ജാൻവി കപൂറിന്റെ സ്ക്രീൻ പ്രസൻസ് ആക്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ഓക്കെ ആ ഒരു ആക്ടർക്ക് അതിൻ്റെതായ ഒരു ക്രെഡിബിലിറ്റിയും കാര്യങ്ങളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസും ഒക്കെ ഉണ്ട്. പക്ഷെ സൗണ്ട് എന്നുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊന്ന് ഡബ് ചെയ്യായിരുന്നു അല്ലെങ്കിൽ മലയാളം ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യായിരുന്നു എനിക്ക് തോന്നി. ഏതാ നിങ്ങൾക്ക് നല്ലപോലെ അത് പെർഫോം ചെയ്യാനും അതുപോലെ തന്നെ നല്ലപോലെ എക്സ്പ്രസ് ചെയ്യാനും ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റിയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്തിരിക്കണം. അതുമാത്രമാണ് എനിക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ പ്രശ്നം. അപ്പോൾ ആ ഒരു പോർഷൻ നിങ്ങൾ ക്ലിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ സ്റ്റാർട്ടിങ് ഇത്രത്തോളം ട്രോളുകളും ക്രിറ്റിസിസും ഒന്നും കിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് പോപ്പുലർ ആവാനുള്ള ഒരു വേ ആണ്. ചില ആൾക്കാർ ഇപ്പൊ നമ്മൾ സന്തോഷ് പണ്ഡിറ്റിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ട്രോളുകളും നെഗറ്റീവ് കമന്റ്സും കാരണം പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ട്രോളുകൾ വെച്ച് നെഗറ്റീവ് കമന്റ്സ് വെച്ചിട്ട് പോപ്പുലർ ആവുന്ന ആൾക്കാർ. സോ അതുപോലെ പോപ്പുലർ ആവാനുള്ള മെത്തേഡ് ആണോ എന്ന് എനിക്കറിയില്ല, അത് അവർക്കേ അറിയുള്ളൂ. സോ എനിക്ക് ഇതിൽ മാത്രം എൻ്റെ ഒരു അഭിപ്രായം തോന്നുന്നത്. ഇനി ബാക്കി റിവ്യൂ നമുക്ക് സിനിമ കണ്ടു വന്നിട്ട് ചെയ്യാം. ഓക്കെ, ബൈ.